ഹായ് നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും സ്റ്റ്യൂവുമാണ്. അപ്പം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ സ്റ്റ്യൂ ആണ്, ചിക്കൻ സ്റ്റ്യൂ. ആ ചിക്കൻ സ്റ്റ്യൂവും കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ അരി പച്ചരിയാണ്. ഇത് വെള്ളത്തിലിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതാണ്. ഇതിന് 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങ ചേർക്കും. ഇനി അതിലേക്ക് അതേ 1 ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ചോറ് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്കിത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. മാവ് അരച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്റ്റ്യൂ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, 1 ഏലക്കായുടെ സീഡാണിത്. ഇതും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 സവാള അരിഞ്ഞത്, ഇത് 3ഉം കൂടെ ചേർത്ത് യോജിപ്പിക്കുക. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. അതിനുശേഷം നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ചെറിയ സിമ്മിൽ ഇത് വേവിക്കുക. ചെറിയ തീയിൽ ഇത് വേവിക്കുക. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ പൊടി മാർക്കറ്റിലൊക്കെ കിട്ടും. കോക്കനട്ട് മിൽക്ക് പൗഡറും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് അപ്പത്തിൻ്റെ കൂടെയാണ്. ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം.
ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ചു.